CPIM നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷ എതിർത്ത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കും. ഇന്നലെ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നേരിട്ട തിരിച്ചടി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് തത്സമയം മോർണിംഗ് ഷോയിൽ. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ KM ഷാജഹാന്റെ കാര്യത്തിൽ ഒരു തിരിച്ചടി പോലീസിന് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? SKN വലിയ തിരിച്ചടിയാണ് എറണാകുളം സൈബർ പോലീസിന് KM ഷാജഹാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. കോടതി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഉച്ചയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 3 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിങ്ങളുടെ അന്വേഷണ സംഘം എത്തിയതെന്ന് ചോദിക്കുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എങ്ങനെയാണ് ചെങ്ങമനാട് CIക്ക് ഷാജഹാനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ഇതിനൊന്നും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ലൈംഗിക ചുവയോടുകൂടി ഷാജഹാൻ നിരന്തര പരാതിക്കാരിയെ വേട്ടയാടുന്ന തരത്തിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എങ്ങും അത്തരത്തിലൊരു പരാമർശവും ഉണ്ടായില്ല. ഇതെല്ലാമാണ് കോടതിയെ ചൊടിപ്പിച്ചത്, വിമർശനാത്മകമായുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഷാജഹാൻ ഇന്നലെ ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടായിരുന്ന വീഴ്ച പശ്ചാത്തലത്തിലാണ് ഷാജഹാൻ ഇന്നലെ ജാമ്യം ലഭിച്ചത്. നിലവിൽ ആ നാണക്കേട് മറികടക്കാനുള്ള ശ്രമത്തിലാണ് സൈബർ പോലീസ് ഉള്ളത്. ഈ കേസിൽ കൂടുതൽ പ്രതികളെ ചേർക്കാനുള്ള നടപടികൾ, ഈ ലിങ്ക് അടക്കം പരിശോധിച്ചു വരികയാണ്. നിലവിൽ 3 പ്രതികൾ മാത്രമാണുള്ളത്. CK ഗോപാലകൃഷ്ണൻ, KM ഷാജഹാൻ, അതോടൊപ്പം തന്നെ യൂട്യൂബറായ കൊണ്ടൂട്ടി അബു. മറ്റ് പേരുകളൊക്കെ KJ ഷൈൻ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ യൂട്യൂബ് ലിങ്കുകൾ പരിശോധിച്ച് അവരെ കൂടി പ്രതി ചേർത്ത് ശക്തമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി പരിഗണിച്ചേക്കും. 3 ദിവസം മുമ്പാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അന്ന് പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടി. ഇന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. പ്രത്യേകിച്ച് ഇത് ആദ്യം പ്രചരിപ്പിച്ച ഒരാൾ ഗോപാലകൃഷ്ണനാണ്. അതുകൊണ്ട് ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് ആ റിപ്പോർട്ടായിരിക്കും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുക. വലിയ ബിഗ് സല്യൂട്ട് എന്നൊക്കെയാണ് ഇന്നലെ കേരള പോലീസിന് KJ ഷൈൻ നൽകിയത്. പക്ഷേ കോടതി അത്തരത്തിലൊരു ബിഗ് സല്യൂട്ട് കേരള പോലീസിന് നൽകുന്നില്ല. മറിച്ച് അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടാകുന്നത്. അത് മറികടക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. SK. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.